ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്, ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്. വചനം പറയുകയാണ്, ഓടുന്നവനാലുമല്ല ഇച്ഛിക്കുന്നവനാലുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് സകലവും സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, വചനം ഒരിക്കൽ കൂടെ പറയുകയാണ്, നമുക്ക് പ്രശംസിക്കാനില്ല, നമുക്ക് പുകഴ്ചയെടുക്കാനില്ല. നമ്മൾ ഓടുന്നത് കൊണ്ട് ഒന്നും നടക്കത്തില്ല. കർത്താവ് തന്നെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു മുഴ കൂട്ടാനോ ഒരു മുഴ കുറയ്ക്കാനോ കഴിയത്തില്ല. ഇവിടെ പറയുന്നു, റോമാലേഖനത്തിൽ പറയുന്നു, ഇച്ഛിക്കുന്നവനാലുമല്ല എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് കിട്ടുന്നതല്ല, അധ്വാനിക്കുന്നത് കൊണ്ട് കിട്ടുന്നതല്ല. കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാത്തിനും സ്തോത്രം ചെയ്യാം എന്ന് വെച്ചാൽ ജീവിതത്തിനകത്ത് വരുന്ന എല്ലാത്തിനും. പടകിനകത്തോട്ട് തിര കയറട്ടെ, അതിനായി സ്തോത്രം. ശാന്തമാകട്ടെ, അതിനായി സ്തോത്രം. കാരണം ഇതെല്ലാം ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചുമാണ് നമ്മുടെ ലൈഫിലോട്ട് വരുന്നതെന്നുള്ള ഒരു തിരിച്ചറിവാണ് റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ഈ ഭാഗത്ത് അപ്പോസ്തലൻ പറയുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കപ്പെടേണ്ടതിനും തന്നെ എന്ന് തിരുവെഴുത്തിൽ ഫറവോനോട് അരുൾ ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. പ്രിയരെ, ദൈവത്തിന് മനസ്സുള്ളവരെ, മനസ്സുള്ള വ്യക്തിയോട് ദൈവത്തിന് കരുണ തോന്നുന്നു. ദൈവത്തിന് മനസ്സുള്ളവരോട് അവരുടെ മനസ്സിനെ ദൈവം കഠിനപ്പെടുത്തുന്നു. നമുക്കറിയാം, മിസ്രൈമിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ വിളിച്ചിറക്കി കൊണ്ടുവരുമ്പോൾ ഫറവോനോട് വിടാൻ പറയുകയും അതേ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയും ചെയ്യുന്ന യഹോവയായ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റൂ. പ്രിയരെ, നമ്മുടെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളാണ് ദൈവജനത്തിനകത്ത് കിടക്കുന്നത്. കാരണം നമ്മുടെ അപ്പൻ സകലത്തിൻ്റെ ഉടമസ്ഥനും സൃഷ്ടിതാവും ഭയങ്കരനുമാണ്. അവൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പ്രോജക്റ്റിനകത്തുള്ള, ദൈവത്തിൻ്റെ പദ്ധതിക്കകത്തുള്ള ആയുധങ്ങളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് നിന്നോട് കരുണ തോന്നി. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നെങ്കിൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വയ്ക്കേണ്ടതാണ്. എന്നാൽ ഒരു സമയം കൂടി നമുക്ക് അവസരം തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന് മടങ്ങി വന്ന്, ഒന്ന് മാനസാന്തരപ്പെട്ട് ഈ കരുണയിലേക്കൊന്ന് പ്രവേശിക്കാൻ. ജീവിതത്തിനകത്ത് പ്രിയരെ, ഈ കരുണയെ വിട്ടുകളയാതെ നമ്മൾ ഇച്ഛിക്കുന്നത് കൊണ്ട്, അതിനും അങ്ങനെ പറയും, നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നടക്കത്തില്ല, നമ്മൾ ഓടുന്നത് കൊണ്ട് സംഭവിക്കത്തുമില്ല. അതുകൊണ്ടാണ് ഒരു ഭാഗത്ത് ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും വ്യർത്ഥമത്രേ. പ്രിയരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടോ നമ്മൾ കൂട്ടുന്നത് കൊണ്ടോ ഒന്നും കൂടത്തില്ല. ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ ഇവിടെയല്ല, ഉയരത്തിലൊരു ഭവനം ഒരുങ്ങുന്നുണ്ട്. അതിലേക്ക് പ്രവേശിപ്പാൻ, വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.